അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്റെ കൂടപ്പിറപ്പായ അനിയത്തി പുഴയിൽ വീണ് ജീവന് വേണ്ടിയിട്ട് പിടയുന്നത് കണ്ടപ്പോൾ ഒട്ടും കാത്തു നിൽക്കാതെ ആ പുഴയിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് തന്റെ കൂടപ്പിറപ്പായ അനിയത്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഫാത്തിമ ഷെറിൻ ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ സംഭവിച്ച വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണിത്. പ്രഭാത നടത്തം കഴിഞ്ഞതിന് ശേഷം ഫർഹത്തും അതുപോലെ തന്നെ ഫാത്തിമ ഷെറിനും കൂടിയിട്ട് പുഴയുടെ അടുത്തുള്ള ഒരു പാറയിൽ കയറി ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് കാൽ വഴുതിയിട്ട് ആ പുഴയിലേക്ക് അനിയത്തിയായ ഫർഹത്ത് വീഴുന്നത്. ഇത് കണ്ട ഉടനെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ ഷെറിൻ ആ പുഴയിലേക്ക് ഇറങ്ങുകയും പക്ഷേ ആ പുഴയുടെ ചുഴിയിൽപ്പെട്ട് പെട്ടെന്ന് തന്നെ ഫാത്തിമ ഷെറിനെ കാണാതായി. പക്ഷേ ഈ ആദ്യം വീണ ഫർഹത്ത് കിടന്ന് പിടയുന്നത് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് മീൻ പിടിക്കുന്ന സഹോദരങ്ങൾ ഓടി വന്നുകൊണ്ട് ഫർഹത്തിനെ രക്ഷപ്പെടുത്തി. പക്ഷേ തന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ പുഴയിലേക്ക് ഇറങ്ങിയ സഹോദരി ഫാത്തിമ ഷെറിനെ 2 മണിക്കൂർ നേരത്തെ തിരച്ചിലിന് ശേഷമാണ്, അതും ഫയർഫോഴ്സ് വന്ന് കൂബ സംഘം ഇറങ്ങിയതിനു ശേഷം 2 മണിക്കൂർ തിരച്ചിലിന് ശേഷമാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മളിലേക്ക് എത്തിയത്. പടച്ചറബ്ബ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ആ ഫാത്തിമ ഷെറിൻ എന്ന് പറയുന്ന ആ 19 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയാണ്. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ സന്തോഷം തിരിച്ചറിയാൻ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. നല്ല രീതിയിൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അനിയത്തിയുടെ ഈ ജീവന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെപ്രാളം കണ്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി. പക്ഷേ ചുഴിയിൽ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒഴുക്കിൽ പെട്ടുകൊണ്ട് ഫാത്തിമ ഷെറിൻ അവരുടെ കൺമുന്നിൽ നിന്ന് പോവുകയായിരുന്നു. പക്ഷേ ഫർഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചയച്ചു. അപ്പൊ ഈ ഒരു മരണ വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇതുപോലെ പലപ്പോഴും പുഴയുടെ ഭാഗത്തും അതുപോലെ തന്നെ കടലിന്റെ ഭാഗത്തൊക്കെ പല രീതിയിൽ ഒരുപക്ഷെ ടൂർ പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രഭാത ഇതുപോലെ നടത്തത്തിനിടയിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോർട്സ് പിടിക്കാനോ അല്ലെങ്കിൽ റീൽസ് പിടിക്കാനോ, അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട് നമ്മളൊക്കെ ഇതുപോലെ പോയി ഇരിക്കാറുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നീന്തം അറിയുന്ന ആളുകൾ പോലും ഒരു പക്ഷെ പെട്ടെന്ന് ചുഴിയിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നമ്മുടെ നീന്തത്തിനൊന്നും പ്രസക്തിയില്ല. അതിൽ ആഴങ്ങളിൽ പെട്ടെന്ന് ഒരു പക്ഷെ അടിയൊഴുക്കിലൂടെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ തന്നെ ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മുന്നത്തെ വാർത്തകൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൊക്കെ നടന്ന മരണങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത് വളരെ തിരിച്ചറിവോട് കൂടിയിട്ട് സ്വയം രക്ഷ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ പറയാനുള്ളത്. നമ്മൾ എത്രയോ വീഡിയോകളിലൊക്കെ കണ്ടതാണ്. കടപ്പുറത്തൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തിരയടിക്കുന്നതിന്റെ അടുത്തൊക്കെ യാതൊരു പേടിയുമില്ലാതെ ചെറിയ മക്കളുമായിട്ടടക്കം പോയി ഇരുന്നിട്ട് ശക്തമായിട്ടുള്ള തിര വന്ന് അടിച്ചിട്ട് അവരെല്ലാം കടലിലേക്ക് ഒഴുകി പോകുന്നതും പലപ്പോഴും പല കുട്ടികൾക്ക് മരണം സംഭവിച്ചതും അതുപോലെ തന്നെ പല കുട്ടികൾ ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം, കുട്ടികൾ നല്ല പ്രായമായ സ്ത്രീകളടക്കം ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം കടലിന്റെ ആഴങ്ങളിൽ നിന്ന്, അതായത് ഒരുപാട് ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന കഥകളും അതുപോലെ തന്നെ കൊണ്ടുവന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ നമ്മൾ ഇത്രയും സംഭവങ്ങള് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിനൊരു വെറും വാർത്തയായിട്ട് കാണാതെ, നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്, ടൂർ പോകുന്നതാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഞ്ചരിക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഒരു ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനായിരിക്കാം. അപ്പൊ അത് നമ്മളിൽ നിന്ന് ആ ഒരു ശ്രദ്ധ പോയിട്ട് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്ത് ചെയ്യാനാണ്? നമുക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ തന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കോളേജ് വിട്ടു പോകുമ്പോൾ തന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വന്നിട്ട് പുഴ കാണാൻ ചെന്നു. പുഴയിൽ ഇറങ്ങി ഒഴുക്കിൽ പെട്ടിട്ട് മരിച്ച 1-2 സുഹൃത്തുക്കളുടെ കൂട്ടുകാരികളുടെ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ
റബ്ബിനെ അന്വേഷിക്കുന്നത് നല്ലതാണ്. പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും അടിയൊഴുക്കുണ്ടോ, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. എല്ലാം പടച്ച റബ്ബിന്റെ വിധിയാണെന്ന് നമ്മൾ പറയും, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും പലപ്പോഴും ഇതുപോലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ സമയമായാൽ മരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ളതാണ്. പക്ഷേ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ മുന്നിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്ത നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ ഫാത്തിമ ഷെറിൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള ആ ഒരു യുവതി, കോളേജിൽ പഠിക്കുന്ന ആ ഒരു വിദ്യാർത്ഥിനി സ്വന്തം സഹോദരി പൊടുന്നനെ പുഴയിലേക്ക് വീഴുന്നത് കണ്ടപ്പോൾ പിന്നെ മറ്റൊന്നും കാത്തു നിൽക്കുകയോ നോക്കി നിൽക്കുകയോ ചെയ്തില്ല. അവര് ഉടനെ തന്നെ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പെട്ടെന്ന് ഒഴുക്കിൽപ്പെട്ട് ആ ഫാത്തിമ ഷെറിൻ പോയത്. പക്ഷെ അനിയത്തി ആവട്ടെ കിടന്ന് പിടയുന്നത് കണ്ടപ്പോൾ തൊട്ടടുത്ത് മീൻ പിടിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ വന്നിട്ട് അവരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ സംഭവിച്ചതാണ്. അപ്പൊ വീണ്ടും പറയുന്നു, ഇത്രയും വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടൂർ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് യാത്രകൾ പോവുകയാണെങ്കിലും നമ്മൾ ഒരു നിമിഷത്തെ ഒരു പ്രത്യേക പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ പാറയിലോ ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറി നിന്നിട്ട് വീഡിയോ എടുക്കാൻ, സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഒരുപാട് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ഒക്കെ പലപ്പോഴും ആരും എടുക്കാത്ത ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുമായിട്ട് ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കയറി നിന്നുകൊണ്ട് പല ഫോട്ടോകൾ എടുക്കുന്ന സമയത്ത്, റീൽസ് എടുക്കുന്ന സമയത്ത് കാൽ തെന്നിയിട്ട് ആഴങ്ങളിലേക്ക് കൊക്കയിലേക്കൊക്കെ മറിഞ്ഞു വീണിട്ട് മരണം സംഭവിച്ച എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്താണെങ്കിലും ഇപ്പൊ ഈ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ഒരു ചെറിയ ഒരു ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്. എന്താണെങ്കിലും ഫാത്തിമ ഷെറിന്റെ കുടുംബത്തിന് പടച്ച റബ്ബ് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഫാത്തിമ ഷെറിന് അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പാക്കിക്കൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വാർത്തകൾക്ക് പിറകെയും നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യാത്രയിലെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വാർത്തകളൊക്കെ ചെയ്യുന്നത്. എന്താണെങ്കിലും ആ ഒരു കുട്ടിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.